ഹലോ ഫ്രണ്ട്സ്, വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ബാങ്കിങ്, ഇന്ത്യൻ ബാങ്കിങ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ബാങ്കിങ് 1770 ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. നിങ്ങൾക്ക് അറിയാവുന്ന ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഒരു ഏജൻസി ബാങ്കായിരുന്നു. അതിനുശേഷം 2020 മെർജൻസ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്തത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബാങ്ക് വരുന്നത് 1770 പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ ഇന്ത്യയിൽ എന്താണ് ഇങ്ങനെ ഒരു ബാങ്ക് വരാനുള്ള കാരണം എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യണം. ഇന്ത്യയുടെ ബാങ്കിങ് സിസ്റ്റത്തിന് ഏൻഷ്യൻ പ്രൂഫുകൾ വരെ അവൈലബിൾ ആണ്. അപ്പോൾ ഏൻഷ്യൻ പ്രൂഫ് എന്ന് പറയുന്നത് നമ്മുടെ വേദങ്ങളിൽ ഒരു തരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പേരാണ് രണപത്ര. അതുപോലെ തന്നെ മനുസ്മൃതിയിൽ നമ്മൾ പണ്ട് വേദിക് ടൈമിലുള്ള ഒരു ഉസറീസിനെ കുറിച്ച് പറയുന്നത്. ഉസറീസ് എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക്, ഉസറി എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് കടം കൊടുക്കുന്ന വ്യക്തി എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ രണ്ട് പ്രാചീന കാലത്തെ ഈ രണ്ട് തെളിവുകൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പണ്ടേ മുതൽ ഇന്ത്യയിൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഇവരൊന്നും ബാങ്കുകളായിരുന്നില്ല, ബാങ്കിങ് സിസ്റ്റം ആയിരുന്നു. ഇനി നമ്മുടെ മോഡേൺ ബാങ്കിങ്ങിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിനു മുന്നേ എന്തുകൊണ്ടാണ് ബാങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള കാരണം നമുക്ക് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കടന്നുവരവോടുകൂടിയാണ് ബാങ്കിങ് സിസ്റ്റം ഇന്ത്യയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വേര് പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം വന്നത് മുസ്ലിപട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചെന്നൈക്ക് അടുത്തുള്ള സ്ഥലത്താണ് മുസ്ലിപട്ടണം. അവിടെ ആദ്യമായിട്ട് അവരൊരു ഫാക്ടറി തുടങ്ങി. 1611 അവർ മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നത്. ഇനി പ്രസിഡൻസികളെ കുറിച്ച് നിങ്ങൾ കേട്ടണം. പ്രസിഡൻസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവർ ഒരു ഫാക്ടറിയുടെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ഒരു ഫാക്ടറിയുടെ തലവനെയാണ് അവർ പ്രസിഡന്റ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അയാളുടെ കീഴിലുള്ള സ്ഥലം അല്ലെങ്കിൽ അയാളുടെ ഭരണ പ്രവിശ്യ എന്നുള്ള രീതിയിലാണ് അവർ അതിനെ കണ്ടിരുന്നത്. മദ്രാസ് പ്രസിഡൻസിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിലുണ്ടായ പ്രസിഡൻസി. 1611 പ്രസിഡൻസി നിലവിൽ വരുന്നത്. അതിനുശേഷം ബോംബെ പ്രസിഡൻസി വരുന്നു. 1613 ബോംബെ പ്രസിഡൻസി വരികയും അതിനുശേഷം 1633 ബംഗാൾ പ്രസിഡൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പ്രസിഡൻസികൾ ഉണ്ടായിരിക്കുന്നത് സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. സൗത്തിൽ നിന്ന് ആദ്യം മദ്രാസ്, പിന്നെ ബോംബെ, പിന്നെ അത് കഴിഞ്ഞ് ബംഗാൾ പ്രസിഡൻസി വന്നു. ഇനി ഇവർക്ക് ഇവരുടേതായ ഫാക്ടറി പർപ്പസിന് ഇവരുടെ ഈ പറഞ്ഞ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പലതരത്തിലുള്ള പൈസ ഇടപാടുകൾ തീർക്കാനായിട്ട് അവർക്ക് എന്താ ആവശ്യമായിട്ട് വന്നു? കോയിനുകളും അതുപോലെ തന്നെ ബാങ്കിങ് എന്ന് പറയുന്ന സിസ്റ്റവും ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഈ ബാങ്കിങ് സിസ്റ്റം ആദ്യം ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇവരുടെ തന്നെ കമ്പനികളുടെ ഫാക്ടറിയിൽ ഒരു ഓഫീസിനകത്തുനിന്ന് ഏജൻസി ഹൗസസ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അവരാണ് ആദ്യകാലങ്ങളിൽ ഈ ബാങ്കിങ് സർവീസസ് പ്രസിഡൻസികൾക്ക് വേണ്ടിയിട്ട് നടത്തിയിരുന്നത്. ബംഗാൾ പ്രസിഡൻസിക്ക് ഉണ്ടായതിനു ശേഷം ഇവരുടെ ഫാക്ടറിയുടെ ഉൽപ്പാദനവും അതുപോലെ തന്നെ ഇവരുടെ ബിസിനസ്സുകളെയും വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ അവർക്ക് അവരുടേതായ കോയിനുകൾ അവർ ഉണ്ടാക്കാനായിട്ടുള്ള ആലോചന തുടങ്ങി. അങ്ങനെ ആദ്യമായിട്ട് ബംഗാൾ പ്രസിഡൻസിയുടെ കീഴിലാണ് ആദ്യമായിട്ട് അവരൊരു കോയിൻ മൈൻ ചെയ്യാൻ തുടങ്ങിയത്. ഈ പറയുന്ന ആദ്യമായിട്ട് കോയിൻ മൈൻ ചെയ്തെടുക്കുന്നത് 1716 ബംഗാൾ പ്രസിഡൻസിയിലാണ് അവിടെ നിന്ന് തുടങ്ങുന്നത്. അതിനുശേഷം ബോംബെ പ്രസിഡൻസിയുടെ കീഴിലും ഈ മിൻറ്റ്, അതായത് നമ്മൾ കോയിനുകൾ ഉണ്ടാക്കുന്ന സ്ഥലം അവർ ആരംഭിച്ചു. 1725 അത് ആരംഭിച്ചത്. അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലും ഈ പറയുന്ന മിൻറ്റ് വന്നു. 1758 അത് വരുന്നത്. അങ്ങനെ അവർക്ക്, അതായത് പ്രസിഡൻസികൾക്ക് ആവശ്യമായിട്ടുള്ള കോയിനുകൾ അവർ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള കോയിനുകളാണ്. ഇപ്പോൾ ഗോൾഡ് കോയിൻ തന്നെ ആയിരിക്കണമെന്നില്ല, സിൽവർ കോയിനുകളും അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ തന്നെയും അതിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ അതിൻ്റെ മുദ്രകളൊക്കെയും വ്യത്യസ്തമായിരുന്നു, അതിൻ്റെ വലിപ്പവും വ്യത്യസ്തമായിരുന്നു. 1770 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബാങ്ക് വരുന്നത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ് പറയുന്നത്. ബംഗാൾ പ്രവിശ്യയിലാണ് അത് ഉണ്ടായിരുന്നത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ വരികയും നമുക്കറിയാം, എന്തൊരു സാധനം പുതിയതായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഈ പറയുന്ന ബാങ്കും അധികം നാൾ നീണ്ടുന്നില്ല. 1832 അത് അതിൻ്റെ ബിസിനസ് അവസാനിപ്പിക്കേണ്ടി വന്നു. ഹിന്ദുസ്ഥാൻ ബാങ്ക് ആരംഭിച്ചത് ഏജൻസി ഹൗസ് ഓഫ് അലക്സാണ്ടർ ആൻഡ് കമ്പനിയാണ്. അപ്പോൾ ബംഗാൾ പ്രസിഡൻസിയിലുള്ള ഏജൻസി ഹൗസ് ആണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഏജൻസി ഹൗസ് ഓഫ് അലക്സാണ്ടർ ആൻഡ് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നാണ് ആദ്യത്തെ ബാങ്കിൻ്റെ പേര്. 1770 ആദ്യത്തെ ബാങ്ക് ഉണ്ടായിരുന്നത്. പിന്നീടാണ് പ്രസിഡൻസി ബാങ്കുകളുടെ വരവ്. പ്രസിഡൻസി ബാങ്ക് വരുന്നത് ബാങ്ക് ഓഫ് കൽക്കട്ട എന്നുള്ള പേരിൽ 1806 പിന്നീട് ഈ പറയുന്ന ബാങ്ക് ഓഫ് കൽക്കട്ടയെ റീനെയിം ചെയ്തുകൊണ്ട് ബാങ്ക് ഓഫ് ബംഗാളാക്കി മാറ്റി. 1809 അതിൻ്റെ റീനെയിം, അതായത് പേര് മാറ്റിയത് 1809. എന്നാൽ ആദ്യമായിട്ട് ബാങ്ക് വരുന്നതെന്നാണ് 1806. അതിനുശേഷം പ്രസിഡൻസികൾ ഉണ്ടായത് മദ്രാസ് മുതൽ കൊൽക്കട്ട വരെയാണെങ്കിൽ പ്രസിഡൻസി ബാങ്കുകൾ വരുന്നത് കൊൽക്കട്ടയിൽ നിന്നും താഴോട്ടാണ്. കൊൽക്കട്ടയിൽ ആദ്യത്തെ വരുന്നു. അതിനുശേഷം വരുന്നത് നമ്മുടെ ബോംബെയിലാണ്. 1840 ഏപ്രിൽ 15
ബോംബെ ആസ്ഥാനമായിട്ട് ബാങ്ക് ഓഫ് ബോംബെ ഉണ്ടായി വരുന്നത്. ബാങ്ക് ഓഫ് ബോംബെ ഉണ്ടാകുന്നു. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി സൗത്തിലേക്ക് വരുന്നു. ജൂലൈ 1, 1843 മദ്രാസ് ആസ്ഥാനമായിട്ട് ബാങ്ക് ഓഫ് മദ്രാസ് വരുന്നു. ഇനി ഈ ബാങ്കുകൾ 1921 ഈ ബാങ്കുകളെല്ലാം കൂടി ലയിച്ച് എന്തിലേക്ക് വരുന്നു? അത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലേക്ക് വരുന്നു. നമുക്ക് ഇതിനിടയിൽ ഈ പറഞ്ഞ 1921 മുന്നായിട്ട് ആദ്യത്തെ ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായി. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായപ്പം സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേയധികം ബാങ്കുകൾ ബാങ്ക്രപ്റ്റഡ് ആവാൻ തുടങ്ങി. അപ്പം അങ്ങനെ ബാങ്കുകൾ ബാങ്ക്രപ്റ്റഡ് ആവാനുള്ള ഒരു റീസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പം ആൾക്കാർ ബാങ്കുകളിൽ വെച്ചിരിക്കുന്ന പൈസ പിൻവലിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ആൾക്കാർ പൈസ പിൻവലിക്കാൻ തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും ബാങ്കുകൾ ഈ ബാങ്ക്രപ്റ്റഡ് ആയിപ്പോകും. ഈ ബാങ്ക്രപ്റ്റഡ് ആയി പോകുന്ന ബാങ്കുകൾ ഒഴിവാക്കാൻ, ബാങ്ക്രപ്സി ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഈ പറയുന്ന 3 പ്രസിഡൻസി ബാങ്കുകൾക്കും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? ഈ 3നെയും ഒന്നിച്ച് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ 1921 3 ബാങ്കുകളും ഒന്നിച്ച് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിൽ നിലനിർത്തി. ഇനി ഈ ഇമ്പീരിയൽ ബാങ്ക് ഉണ്ടായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1920 അനുസരിച്ചാണ് ഉണ്ടായത്. എന്നാൽ 1921 തുടങ്ങിയ ഇമ്പീരിയൽ ബാങ്ക് 1955 നാഷണലൈസ് ചെയ്യുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് നാഷണലൈസ് ചെയ്യുകയും അതിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുകയും ചെയ്തു. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? 7 സബ്സിഡിയറി ബാങ്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ 1955 ഈ 7 സബ്സിഡിയറി ബാങ്കുകൾ അടക്കമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യനെ എന്ത് ചെയ്യുന്നത്? നാഷണലൈസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ഇൻ ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതെല്ലാം പ്രിൻസ്ലി സ്റ്റേറ്റുകളായിരുന്നു. പല പ്രിൻസ്ലി സ്റ്റേറ്റിലുണ്ടായ പ്രധാനപ്പെട്ട ബാങ്കുകളെ അവരെന്ത് ചെയ്തു? ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എന്നുള്ള പേര് കൊടുത്തിട്ട് വിളിക്കാൻ തുടങ്ങി. പക്ഷേ 2008 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്രയെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുകയും അതിനുശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോറിനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തു 2009. അതിനുശേഷം ഈ പറയുന്ന നമുക്ക് പ്രധാനപ്പെട്ട 5 സബ്സിഡിയറി ബാങ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാങ്ക് ഓഫ് പട്യാല, ബാങ്ക് ഓഫ് ബിക്കാനീർ ഇൻ ജയ്പൂർ, ബാങ്ക് ഓഫ് ഹൈദരാബാദ്, ബാങ്ക് ഓഫ് മൈസൂർ, ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇതുകൂടാതെ ഒരു ബാങ്കും കൂടിയുണ്ട്, നമ്മുടെ ഭാരതീയ മഹിളാ ബാങ്ക്. ബാങ്കുകൾ ഉൾപ്പെടെ എല്ലാ ബാങ്കുകളെയും എന്തിലേക്ക് ലയിപ്പിച്ചു? 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു. അപ്പോൾ 2017 ഫെബ്രുവരി 15 ഈ ലയനം നടന്നത്. അപ്പോൾ നമ്മൾ 1806 ഒരു ചെറിയ പ്രിൻസ്ലി സ്റ്റേറ്റിൽ തുടങ്ങിയ ഒരു പ്രസിഡൻസി ബാങ്ക് മുതൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായി മാറിയ SBIയുടെ ചരിത്രം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. നമ്മളിനി പുറകോട്ട് പോവാണ്. 1861 ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. 1861 പേപ്പർ കറൻസി ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കുകയും ഈ കറൻസി ആക്ട് അനുസരിച്ച് കറൻസികൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അന്നത്തെ ബാങ്കുകളായിരുന്ന പ്രസിഡൻസി ബാങ്കും അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് ബാങ്കുകളും ചേർന്നാണ് അന്ന് കറൻസി പ്രിന്റ് ചെയ്തിരുന്നത്. ഓരോ ബാങ്കിനും അവരുടേതായ കറൻസിയും അവരുടേതായ ഡിസൈനും ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ഏകീകൃതമായിരുന്നില്ല, എല്ലാം വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാവുന്ന രീതിയിൽ ബാങ്ക് ഓഫ് ബംഗാളിന്റെയും ബാങ്ക് ഓഫ് മദ്രാസിന്റെയും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബോംബെയുടെയും ഹിന്ദുസ്ഥാൻ ബാങ്കിന്റെയും എല്ലാം വ്യത്യസ്തമായിട്ടുള്ള നോട്ടുകളായിരുന്നു. 1861 മുതൽ 1925 വരെ യൂണിഫേസ് ബാങ്ക് നോട്ടുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. യൂണിഫേസ് ബാങ്ക് നോട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മാത്രമാണ്, പേപ്പറിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് പ്രിന്റ് ഉണ്ടാകുക. ഈ നോട്ടുകൾ പറയപ്പെടുന്നത് വിക്ടോറിയ പോർട്രേറ്റ് സീരീസുകൾ എന്നാണ്. വിക്ടോറിയ പോർട്രേറ്റ് സീരീസ്. എന്നാൽ 1937 മുതൽ 1947 വരെ നമുക്ക് 2 സൈഡും പ്രിന്റ് ചെയ്യുന്ന നോട്ടുകൾ ഉണ്ടായിരുന്നു. കിങ് ജോർജ് 5th സീരീസ് നോട്ടുകൾ എന്നാണ് പറയപ്പെട്ടിരുന്നത്. അവിടെ 2 വശങ്ങളിലും 2 പുറങ്ങളിലും പ്രിന്റ് ഉണ്ടായിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ ബാങ്ക് നോട്ടുകൾ കിങ് ജോർജ് 6th വന്നു. ആ ഒരു ഇയർ നോക്കുകയാണെങ്കിൽ 1937 മുതൽ 1947 വരെ. അപ്പോൾ RBI വന്നതിന് ശേഷം അച്ചടിച്ചിരിക്കുന്ന ആദ്യത്തെ നോട്ടുകൾ ഏത് സീരീസിലുള്ളതാണെന്ന് ചോദിച്ചാൽ കിങ് ജോർജ് 6th സീരീസിലുള്ള ബാങ്ക് നോട്ടുകളാണ് RBI ആദ്യമായിട്ട് അച്ചടിച്ചിട്ടുണ്ടാകുന്ന നോട്ടുകൾ. അതുവരെയുള്ള നോട്ടുകളെല്ലാം തന്നെ എങ്ങനെയായിരുന്നു അച്ചടിച്ചിരുന്നത്? നമ്മുടെ പ്രസിഡൻസി ബാങ്കുകളും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും കൂടിയാണ് അന്ന് നോട്ടുകൾ അച്ചടിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, RBI ആദ്യമായിട്ട് അച്ചടിച്ചിരിക്കുന്ന നോട്ട് ഏതായിരിക്കും? കിങ് ജോർജ് 6th സീരീസിലുള്ള നോട്ടുകളാണ് ആദ്യമായിട്ട് അച്ചടിക്കുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഗാന്ധിജിയുടെ പിക്ചർ നോട്ടിൽ അച്ചടിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ അത് ആദ്യമായിട്ട് നടക്കുന്നത് 1969 1969 ഗാന്ധിജി ഇരിക്കുന്ന ഒരു പടമാണ് ആദ്യമായിട്ട് നമ്മുടെ നോട്ടുകളിൽ വരുന്നത്. നമുക്കിനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് പോകാം.
ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഒരു സെൻട്രൽ ബാങ്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു കമ്മീഷനെ ഏർപ്പാടാക്കി. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നാണ് ആ കമ്മീഷന്റെ പേര്. അതിന് മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു, റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന്. ഇവർ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും എങ്ങനെയായിരിക്കണം സെൻട്രൽ ബാങ്ക് ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് ആ റിപ്പോർട്ടിൽ വിശദമായിട്ട് വിശദീകരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പാസ്സാകുകയും അതിനനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രൈവറ്റ് ബാങ്കായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നു. 1 ഏപ്രിൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിംഗ് ബിസിനസ് കമ്മൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഫസ്റ്റ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഇതിനകത്ത് 2 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു, സർ ഓസ്ബ്രോൺ എ സ്മിത്തും അതുപോലെ തന്നെ സർ ജെയിംസ് ബി ടൈലറും. സർ ഓസ്ബ്രോൺ എ സ്മിത്ത് ആണ് RBIയുടെ ആദ്യത്തെ ഗവർണർ. രണ്ടാമത്തെ ഗവർണർ ആവട്ടെ സർ ജെയിംസ് ബി ടൈലറും. എന്നാൽ ഓസ്ബ്രോൺ എ സ്മിത്ത് ഇതുവരെ ഒരു നോട്ടിൽ പോലും സൈൻ ചെയ്തിട്ടില്ല. ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായിട്ട് സൈൻ ചെയ്യുന്ന RBI ഗവർണർ സർ ജെയിംസ് ബി ടൈലർ ആണ്. മൂന്നാമത്തെ ഗവർണറാണ് CD ദേശ്മുഖ്. സർ CD ദേശ്മുഖ് ആണ് RBIയുടെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ. RBIയുടെ ഗവർണർ ആയതിനു ശേഷം ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആവുന്ന ആദ്യത്തെ വ്യക്തിയാണ് സർ CD ദേശ്മുഖ്. 1935 മുതൽ ഇന്ന് വരെ സർ ഓസ്ബ്രോൺ സ്മിത്ത് മുതൽ ശ്രീ ശക്തികാന്ത ദാസ് വരെ 25 RBI ഗവർണർമാർ നമുക്ക് ഇതുവരെ ഉണ്ടായി. ഇന്ത്യൻ ബാങ്കിംഗ് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. ഇനി ഇന്ത്യയിൽ എത്ര പ്രാവശ്യം നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് നടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് 4 ആണ്. 1949 നാഷണലൈസേഷൻ ഓഫ് RBI നടന്നു. 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തു. അതുപോലെ തന്നെ 1969 14 മേജർ ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. 1980 6 മേജർ ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു. ഈ 14 ബാങ്കുകളുടെ നാഷണലൈസേഷൻ അന്ന് നടത്തിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. 1969 ജൂലൈ 19 നാഷണലൈസേഷൻ പ്രഖ്യാപിക്കുന്നത്. അന്ന് നാഷണലൈസ് ചെയ്ത ബാങ്കുകൾ 50 കോടി രൂപയിൽ മുകളിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന ബാങ്കുകളാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, അലഹാബാദ് ബാങ്ക്, ദേന ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, യൂക്കോ ബാങ്ക്, കാനറ ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, യൂണിയൻ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക് എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട 14 ബാങ്കുകൾ. 1980 ഏപ്രിൽ 15 കോർപ്പറേഷൻ ബാങ്ക്, ദി ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ആന്ധ്ര ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, വിജയ ബാങ്ക് എന്നിവയെ നാഷണലൈസ് ചെയ്തു. ഇതിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യനെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുക്കുകയും ചെയ്തു. 1993 അക്വയർ ചെയ്തത്. ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് 1991 എന്ന് പറയുന്നത്. നമുക്ക് എവർക്ക് അറിയാവുന്ന പോലെ ഇന്ത്യൻ ഗവൺമെന്റ് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന വർഷം. ആ വർഷം ഇന്ത്യൻ ബാങ്കിംഗ് സിസ്റ്റത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഈ ന്യൂ എക്കണോമിക് പോളിസി അനുസരിച്ച് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ അനുവദിക്കാമെന്ന് നരസിംഹൻ കമ്മിറ്റി ശുപാർശ ചെയ്തു. 1991 ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 1993 ഗൈഡ് ലൈൻസ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഇഷ്യൂ ചെയ്തു. അതിനനുസരിച്ച് 1994 10 പ്രധാനപ്പെട്ട ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളായിട്ട് നിലവിൽ വന്നു. അത് 2ാം ഷെഡ്യൂൾ അനുസരിച്ച് RBIയുടെ ആദ്യത്തെ ഷെഡ്യൂളിലുള്ളത് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ്. സെക്കൻഡ് ഷെഡ്യൂളിൽ എന്ത് വന്നു, ഈ പറയുന്ന ബാങ്കുകളുടെ പേര് വന്നു. നമുക്ക് ഇനി ഏതൊക്കെയാണ് ബാങ്കുകൾ എന്ന് നോക്കാം. UTI ബാങ്ക്, IDBI ബാങ്ക്, ടൈം ബാങ്ക്, ICICI ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക്, HDFC ബാങ്ക്, ബാങ്ക് ഓഫ് പഞ്ചാബ്, സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് എന്നിവയായിരുന്നു. ഈ ബാങ്കുകളിൽ UTI ബാങ്ക് പിന്നീട് ആക്സിസ് ബാങ്ക് ആവുകയും ടൈംസ് ബാങ്കിനെ HDFC ബാങ്ക് ഏറ്റെടുക്കുകയും ബാങ്ക് ഓഫ് പഞ്ചാബിനെ സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് ഏറ്റെടുക്കുകയും ചെയ്തു. ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്കിനെ OBC അതായത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി ഈ പറയുന്ന സെഞ്ചുറിയൻ ബാങ്കിനെ പിന്നീട് HDFC ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം നിലവിൽ എന്തൊക്കെയുള്ളൂ, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, IDBI ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC എന്നിവയാണ് അന്നുണ്ടായ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലുള്ളത്. ഇതുകൂടാതെയും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിരുന്നു. 1998 നരസിംഹം കമ്മിറ്റി സെക്കൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു. നരസിംഹം എന്ന് പറയുന്നത് 1977 RBI ഗവർണറാണ്. അദ്ദേഹം 1991 98 2 കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകി. ഈ 2 കമ്മിറ്റികൾ ബാങ്കിംഗ് സെക്ടർ റീഫോംസുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് 2 പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും കൂടി ഉണ്ടായി. 2003 കോട്ടാക് മഹീന്ദ്ര ബാങ്കും 2004 യെസ് ബാങ്കും ആണ് നിലവിൽ വന്നത്.
2013 ഒരു കമ്മിറ്റി നിലവിൽ വന്നു. വിമൽ ജലാൻ കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിനെ പറഞ്ഞിരുന്നത്. വിമൽ ജലാനും മുൻ RBI ഗവർണർ തന്നെയായിരുന്നു. ഈ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് വീണ്ടും 2 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഉണ്ടായി. ഒന്ന് ബന്ധൻ ബാങ്ക്, 2015 ബന്ധൻ ബാങ്കും, പിന്നെ ഒന്ന് IDFC എന്നായിരുന്നു ആദ്യത്തെ പേര്. പിന്നീട് IDFCയും ഫസ്റ്റും ക്യാപിറ്റൽ ഫസ്റ്റും കൂടി ചേർന്ന് IDFC ഫസ്റ്റ് ബാങ്ക് എന്നാണ് ഇപ്പോൾ ആ ബാങ്കിനെ അറിയപ്പെടുന്നത്. 2015 IDFC ബാങ്ക് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. നിങ്ങൾ പിന്നീട് കേട്ടിട്ടുണ്ടാവുക 2015 വന്ന ഒരു മാറ്റമാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് അനുവാദം കൊടുത്തു. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ പ്രത്യേകത ഇവ വളരെ ചെറിയ ക്യാപിറ്റലോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഇതുവരെ ബാങ്കിങ് എത്താത്ത സ്ഥലങ്ങളിൽ ബാങ്കിങ് എത്തിക്കാനും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മുൻനിർത്തിയിട്ടാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് രൂപം കൊടുത്തത്. ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിരുന്ന പല നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്മോൾ ഫിനാൻസ് ബാങ്കുകളായിട്ട് വന്നു. ഈസാഫ്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജയിൻ, ഇക്വിറ്റാസ്, ഫിൻകെയർ, ജന സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവയാണ് പ്രധാനപ്പെട്ട വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ. ആദ്യത്തെ 3 വർഷം RBIയുടെ പ്രയർ പെർമിഷൻ പല ബിസിനസ് ആക്ടിവിറ്റീസിനും ഇവർക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന ഒരു മാറ്റമാണ് ഇന്ത്യയിൽ വന്ന ഒരു മാറ്റമാണ് പേയ്മെന്റ് ബാങ്കുകളെ കുറിച്ച്. പേയ്മെന്റ് ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ഫിനാൻസ് ബാങ്കുകളെക്കാളും ചെറിയ ഒരു സ്കോപ്പ് ഉള്ള ബാങ്കുകളാണ് പേയ്മെന്റ് ബാങ്കുകൾ. ഇവിടെ 1 ലക്ഷത്തിൽ കൂടുതൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കില്ല. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് മാക്സിമം സ്വീകരിക്കാവുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 1 ലക്ഷമാണ്. അന്ന് ഒരുപാട് കമ്പനികൾ പേയ്മെന്റ് ബാങ്കുകളാവാനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതിന്റെ ലൈസൻസ് കിട്ടുകയും ചെയ്തെങ്കിലും ഈ പറയുന്ന കുറച്ച് കമ്പനികൾ മാത്രമാണ് ഇപ്പം നിലവിൽ ആക്റ്റീവായിട്ട് ഇന്ത്യയിൽ ഉള്ളത്. ജിയോ പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡ്, പേടിഎം, എയർടെൽ പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡ്, ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, NSDL പേയ്മെന്റ് ബാങ്ക്. ഇന്ത്യൻ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് ഉള്ള ഒരു ബാങ്കായിട്ട് മാറുക തന്നെ ചെയ്യും. ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ അമാൽഗമേഷൻ ആണ്. 2019-20 വർഷങ്ങളിലാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ അമാൽഗമേഷൻ നടക്കുന്നത്. ആങ്കർ ബാങ്കുകളായിട്ട് ഒരു കൂട്ടം ബാങ്കുകളെ കണ്ടെത്തുകയും ആ ബാങ്കുകളുടെ ഒപ്പം മറ്റു ബാങ്കുകളെ ലയിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ ആങ്കർ ബാങ്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒപ്പം ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സിനെയും അതുപോലെ തന്നെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയെയും ലയിപ്പിച്ച് രണ്ടാമത്തെ ഏറ്റവും വലിയ ബാങ്ക് ആക്കി പഞ്ചാബ് നാഷണൽ ബാങ്കിനെ മാറ്റി. ഇത് SBIക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ബാങ്ക് ഇപ്പം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ബാങ്ക് ഓഫ് ബറോഡയോടൊപ്പം വിജയ ബാങ്കിനെയും ദേന ബാങ്കിനെയും ലയിപ്പിച്ച് മൂന്നാമത്തെ വലിയ ബാങ്ക് ഉണ്ടാക്കി. പക്ഷെ ഇത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നടക്കുന്നത് 2020 1 ഏപ്രിൽ 2019 2019 നടക്കുന്നത്. അപ്പോൾ ബാങ്കുകളുടെ ലയനത്തിൽ ഏറ്റവും ആദ്യം നടന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. പക്ഷെ ഞാനിവിടെ എന്ത് ചെയ്തു, PSBയുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ സൈസുകളുടെ ഓർഡർ അനുസരിച്ചാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. കാനറ ബാങ്കിനെ എന്തുമായിട്ട് ബന്ധപ്പെടുത്തി, സിൻഡിക്കേറ്റ് ബാങ്കുമായിട്ട് ലയിപ്പിച്ചു. അപ്പം കാനറ ബാങ്കാണ് ആങ്കർ ബാങ്ക്. സിൻഡിക്കേറ്റ് ബാങ്കിനെ കാനറ ബാങ്കിന്റെ ഒപ്പം ലയിപ്പിക്കുകയും നാലാമത്തെ വലിയ ബാങ്ക് ഉണ്ടാക്കുകയും ചെയ്തു. യൂണിയൻ ബാങ്കിന്റെ ഒപ്പം ആന്ധ്ര ബാങ്കിനെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ ബാങ്കിനെയും ലയിപ്പിച്ചു. അപ്പൊ യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഈ ബാങ്കുകളായിരിക്കും നിലനിൽക്കുക. ബാക്കിയുള്ള ബാങ്കുകളൊക്കെ ഇതിനൊപ്പം ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഇന്ത്യൻ ബാങ്കിന്റെ ഒപ്പം എന്തിനെ ലയിപ്പിച്ചു, അലഹബാദ് ബാങ്കിനെ ലയിപ്പിച്ചു. അങ്ങനെ നമുക്ക് 7ാമത്തെ വലിയ ബാങ്കായി ഇന്ത്യൻ ബാങ്ക് മാറി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ സ്ഥിതിയാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പൊ മൊത്തം 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് ഉള്ളത്. 6 മെർജ് ചെയ്ത്, നമ്മളത് മുന്നത്തെ സ്ലൈഡിൽ കണ്ടതാണ്, 6 മെർജ് ചെയ്തുണ്ടായതും പിന്നെ 6 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബാങ്കുകളും. ഇനി നമുക്ക് ഏതൊക്കെയാണ് ഈ 6 ഇൻഡിപെൻഡന്റ് ബാങ്കുകൾ എന്നുകൂടി കാണാം. ആദ്യത്തെ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും ബാങ്കുകൾ ഇൻഡിപെൻഡന്റ് ബാങ്കുകളായിട്ടുണ്ട്. അതുകൂടാതെ നേരത്തെ കണ്ട 6 മെർജ്ഡ് ബാങ്കുകളുണ്ട്. അങ്ങനെ ഇപ്പം നിലവിൽ ഇന്ത്യയിൽ 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് നിലവിലുള്ളത്. ഇന്ത്യൻ ബാങ്കിന്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെ വരെ, അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഏറ്റവും അധികം ചോദിച്ചു വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ദി ഫസ്റ്റ് ബാങ്ക് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ടു ബി മാനേജ്ഡ് ബൈ ഇന്ത്യൻ ബോർഡ്. അതായത് ഒരു ഇന്ത്യൻ ബോർഡ് മാനേജ് ചെയ്ത ആദ്യത്തെ ബാങ്ക് അത് ഊദ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. അത് ഫൈസാബാദിൽ 1881 എസ്റ്റാബ്ലിഷ് ചെയ്ത സാധനമാണ്. പക്ഷേ 1958 അത് ഫെയിൽഡായി, ബാങ്ക്രപ്റ്റഡ് ആയിപ്പോയി. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ലിമിറ്റഡ് ലയബിലിറ്റി ബാങ്ക്, ഇന്ത്യൻ ബോർഡുള്ള ലിമിറ്റഡ് ലയബിലിറ്റി ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഊദ് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. ഫസ്റ്റ് ബാങ്ക് പ്യുവർലി മാനേജ്ഡ് ബൈ ഇന്ത്യൻ വാസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ലാഹോറിലാണ്. 1895 ലാഹോറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണത്. പിന്നീട് ഇപ്പം നിലവിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്.
പഞ്ചാബ് നാഷണൽ ബാങ്ക് ഫസ്റ്റ് ഇന്ത്യൻ മാനേജ് ചെയ്യുന്നതാണ്. പക്ഷേ അതിനകത്ത് എല്ലാവരും ഇന്ത്യൻസ് ആയിരുന്നില്ല. എല്ലാ വർക്കേഴ്സും എംപ്ലോയീസും ഓണേഴ്സും ഒന്നും എല്ലാവരും ഇന്ത്യൻസ് ആയിരുന്നില്ല. അങ്ങനെ ഓണേഴ്സും വർക്കേഴ്സും എല്ലാം ഇന്ത്യനായി വന്ന ഒരു ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യനെയാണ് ഇന്ത്യാസ് ഫസ്റ്റ് ട്രൂലി സ്വദേശി ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് ട്രൂലി സ്വദേശി ബാങ്ക്. ദി ഫസ്റ്റ് ബാങ്ക് ടു ഓപ്പൺ എ ബ്രാഞ്ച് അറ്റ് ഫോറിൻ സോയിൽ. അത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ലണ്ടനിൽ 1946 പിന്നെ യൂറോപ്പിൽ പ്രത്യേകിച്ച് പാരീസിൽ 1974 ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒറ്റൊരു നോട്ടത്തിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യ വാസ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഏറ്റവും ആദ്യത്തെ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1770 ഫസ്റ്റ് ബാങ്ക് മാനേജ്ഡ് ബൈ ഇന്ത്യൻസ് വാസ്, നേരത്തെ ഞാൻ പറഞ്ഞത് ലിമിറ്റഡ് ലയബിലിറ്റി ഓർ കമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഫസ്റ്റ് ബാങ്ക് വിത്ത് ഇന്ത്യൻ ക്യാപിറ്റൽ വാസ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ലാല ലജ്പത് റോയ് ആണ് അതിൻ്റെ ഫൗണ്ടർ. ലാഹോറിലാണ് സ്റ്റാർട്ട് ചെയ്തത്, പിന്നീട് ന്യൂഡൽഹിയിലേക്ക് മാറ്റി. ഫസ്റ്റ് ഫോറിൻ ബാങ്ക് ഇൻ ഇന്ത്യ HSBC ആണ്. ഫസ്റ്റ് ബാങ്ക് ടു ഗെറ്റ് ISO സർട്ടിഫിക്കേഷൻ കാനറ ബാങ്ക്. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഔട്ട്സൈഡ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ATM HSBC 1987 മുംബൈയിലാണ് ആദ്യത്തെ ATM ഇന്ത്യയിൽ വരുന്നത്. ഫസ്റ്റ് ബാങ്ക് ടു ഹാവ് എ ജോയിന്റ് സ്റ്റോക്ക് പബ്ലിക് ബാങ്ക് അലഹബാദ് ബാങ്ക് ആണ്. നിലവിൽ ഏറ്റവും പഴയതും എന്നാൽ ആക്റ്റീവ് ആയിട്ടുള്ള ജോയിന്റ് സ്റ്റോക്ക് പബ്ലിക് ബാങ്ക് അലഹബാദ് ബാങ്ക് ആയിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് യൂണിവേഴ്സൽ ബാങ്ക് ICICI ആണ്, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് ചെക്ക് സിസ്റ്റം ബംഗാൾ ബാങ്ക് ആണ് 1833. ഫസ്റ്റ് ബാങ്ക് ടു ഗീവ് ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ICICI ബാങ്ക്. ഫസ്റ്റ് ബാങ്ക് ടു സെൽ മ്യൂച്വൽ ഫണ്ട് വിറ്റ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്ത ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഡിജിറ്റൽ ബാങ്ക് സിസ്റ്റം കൊടുത്തത് ഡിജി ബാങ്ക് ആണ്. ഫസ്റ്റ് റൂറൽ റീജിയണൽ ബാങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്രാമീൺ ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയപ്പെടുന്ന ബാങ്കാണ്. പ്രഥമ ബാങ്ക് അത് സിൻഡിക്കേറ്റ് ബാങ്ക് സ്പോൺസർ ചെയ്ത ബാങ്കാണ്. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് മെർച്ചന്റ് ബാങ്കിങ് ഇൻ ഇന്ത്യ ഗ്രീൻലൈസ് ബാങ്ക് ആണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ICICI ബാങ്ക് ആണ്. ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് വോയിസ് ബയോമെട്രിക് സിറ്റി ബാങ്ക്. പിന്നെ ഫസ്റ്റ് ബാങ്ക് ടു ഇൻട്രൊഡ്യൂസ് റോബോട്ട് ഇൻ ബാങ്കിങ് സിസ്റ്റം HDFC ആണ്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് ബാങ്കിങ് ആയിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം ചോദിച്ചു വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ കൊടുത്തതിന് മാത്രം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു തോന്നിയാൽ അത് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.